കഴിഞ്ഞ കാലം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇനി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം, അവരെ പഠിപ്പിക്കണം. ആരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം. അതിനെനിക്കൊരു ജോലി ആദ്യം വേണ്ടത്. എന്നെ സഹായിക്കാൻ നാൻസി വിചാരിച്ച കഴിയോ? സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്കും ഇനി വസുധ ആരുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. സ്വന്തം പേരിൽ വലിയൊരു സമ്പാദ്യം കിടക്കുന്ന കാര്യം അവൾ അറിഞ്ഞോ? ഇല്ലെന്നാ തോന്നുന്നേ. അറിയാൻ സാധ്യതയില്ല. ഉറപ്പിക്കാൻ വരട്ടെ. ഒരുപക്ഷെ അവൾ അത് അറിഞ്ഞിട്ടാ പോയതെങ്കില്. അങ്ങനൊരു സാധ്യതയുണ്ടോ? എന്തുകൊണ്ടില്ല? ഈ ലോകത്ത് വസുധയുടെ പേരിൽ വന്ന ആസ്തിയുടെ വിവരം അറിയാവുന്ന ഒരേ ഒരാള് നിങ്ങൾ മാത്രമല്ലല്ലോ. അമ്മെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സോജൻ തന്നെയാണോ നിന്നോട് സംസാരിച്ചത്? സോജനല്ലാതെ പിന്നെ ആര് സംസാരിക്കാനാ? നീ കുട്ടികളോട് സംസാരിക്കുന്ന പോലെയല്ലേ ഇപ്പൊ സംസാരിച്ചത്? ഇങ്ങനെ വളച്ചു കെട്ടാതെ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറ. മോനെ, നിന്റെ ശരിക്കുള്ള ഭാര്യ ഇപ്പോഴും വസുധ തന്നെയാ. നിന്റെ ജീവിതത്തില് ഒരു നിയോഗം പോലെ രജിത ഇങ്ങ് വന്നുപോയി. നിനക്ക് വീണ്ടും വിവാഹം ചെയ്യേണ്ടി വന്നു. എന്നാ ഇന്ന് വസുധയ്ക്ക് വന്നു ചേർന്ന അവളുടെ പാരമ്പര്യ സ്വത്ത് നമുക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്തതാ. നിയമപരമായി നിങ്ങൾ ഇപ്പോഴും ഭാര്യാഭർത്താക്കന്മാരല്ലേ? വസുധയുടേതെന്ന് പറയുമ്പോ അത് നിന്റെ കൂടിയല്ലേ? കൊച്ചുമകളെ കാണാത്ത ദുഃഖത്തിൽ കഴിയുന്ന സാവിത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയ സത്യം മറച്ചുവെച്ച് മകൻ തന്നെ കബളിപ്പിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനോട് ക്ഷമിക്കാൻ കഴിയുമോ? അതിപ്പോ ഒരുപാട് അന്വേഷിക്കണമെന്നൊന്നുമില്ല. ആ ഗിരിക്ക് കൃത്യമായിട്ടറിയാം. മകളെ കാണാതായതിന്റെ ഒരു വിഷമവും അവന്റെ മുഖത്തില്ലേ. വസുധയ്ക്ക് വേണ്ടിയുള്ള മാനവിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഈ ഒരവസ്ഥ മറികടക്കാൻ എന്താണ് മാനവിന്റെ മനസ്സിലുള്ള പദ്ധതികൾ? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ.